UAE ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. UAEയിലെ പ്രധാന വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ പൊടിക്കാറ്റ് ശക്തമായതിനാൽ ആരോഗ്യ സുരക്ഷയ്ക്ക് പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് എമിറേറ്റ്സ് ഹെൽത്ത് സർവീസസ്. ശ്വസന സംബന്ധമായ അസുഖങ്ങളുള്ളവർ പൊടിക്കാറ്റുള്ളപ്പോൾ തുറസായ സ്ഥലങ്ങളിൽ പോകുന്നത് ഒഴിവാക്കണം. പൊടിപടലം ചെറുക്കാൻ താമസ സ്ഥലങ്ങളിലെ വാതിലുകളും ജനലുകളും തുറക്കരുത്. ശക്തമായ കാറ്റിലും ദൂരക്കാഴ്ച മങ്ങുന്ന സമയങ്ങളിലും യാത്രകളും ഒഴിവാക്കണം. പൊടിക്കാറ്റിൽ പുറത്തു പോകേണ്ടി വന്നാൽ മാസ്ക് ധരിക്കുകയോ മൂക്കും വായയും നനഞ്ഞ തുണി കൊണ്ട് മറയ്ക്കുകയോ ചെയ്യാം. വാഹനമോടിക്കുമ്പോൾ കാറിന്റെ വിൻഡോ തുറന്നിടരുത്. പൊടിയിൽ നിന്നും കണ്ണുകളെ സംരക്ഷിക്കുന്നതിന് കണ്ണടകൾ ധരിക്കുന്നതാണ് സുരക്ഷിതം. അലർജി ലക്ഷണമോ ശ്വാസതടസ്സമോ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളെ സമീപിക്കണമെന്നും വിദഗ്ധർ സൂചിപ്പിക്കുന്നു. വിട്ടുമാറാത്ത ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ മരുന്നുകൾക്കൊപ്പം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇൻഹേലറുകളും ഉപയോഗിക്കാം. UAEയിലെ താമസക്കാർക്ക് അബുദാബി ആരോഗ്യ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഉപയോഗിക്കാത്തതോ കാലാവധി കഴിഞ്ഞതോ ആയ മരുന്നുകൾ സൂക്ഷിക്കുന്നതിനെതിരെയാണ് താമസക്കാർക്ക് കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കാലാവധി കഴിഞ്ഞ മരുന്നുകൾ ഫലപ്രാപ്തി നഷ്ടപ്പെടുകയും സുരക്ഷിതമല്ലാതാവുകയും ചെയ്യും. മാത്രമല്ല, ഇത്തരം മരുന്നുകൾ വീട്ടിലുണ്ടെങ്കിൽ കുട്ടികളും മുതിർന്നവരും ഇത് എടുത്തു കഴിക്കാനോ ദുരുപയോഗം ചെയ്യാനോ ഉള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ ഈ കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് ഇത്തരം മുന്നറിയിപ്പ് നൽകിയത്. കൂടാതെ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ കഴിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അധികൃതർ വ്യക്തമാക്കി. കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വീട്ടിൽ വർദ്ധിക്കുന്നത്, വിഷബാധ, അമിത ഡോസ് കേസുകൾ, തെറ്റായ മരുന്നു ഉപയോഗം തുടങ്ങിയ ആളുകളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ഇത് വലിയ ബുദ്ധിമുട്ടിലേക്ക് നയിച്ചേക്കാമെന്നും വ്യക്തമാക്കി. അതിനാൽ പൊതുജന സുരക്ഷയും പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പാക്കാൻ മരുന്നുകൾ ശരിയായ രീതിയിൽ സംസ്കരിക്കേണ്ടതും അത്യാവശ്യമാണെന്ന് അധികൃതർ കൂട്ടിച്ചേർത്തു. UAEയിൽ ഇനി ഫ്രീലാൻസ് വിസ കൂടുതൽ കർശനമാക്കും. ഫ്രീലാൻസ് വിസ അനുവദിക്കുന്ന കാര്യത്തിൽ പരിശോധനകളും ഓഡിറ്റിംഗും കർശനമാക്കാൻ അധികൃതർ തീരുമാനിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എല്ലാവരുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും തൊഴിൽ വിപണി നിയന്ത്രിക്കാനും വേണ്ടിയാണ് ഈ നടപടി. ഇക്കാര്യം ദുബൈ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മാരി അറിയിക്കുകയും ചെയ്തു. ഫ്രീലാൻസ് വിസകൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വാർത്തകൾ അൽമാരി നിഷേധിക്കുകയും ചെയ്തു. കൂടാതെ ഫ്രീലാൻസ് വിസകൾ സാധാരണ പോലെ ഔദ്യോഗിക വഴികളിലൂടെ നൽകുന്നത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫ്രീലാൻസ് വിസകൾ ചിലർ ദുരുപയോഗം ചെയ്യുന്നതായും നിയമവിരുദ്ധമായി വിസകൾ വിൽക്കാൻ ശ്രമിക്കുന്നതായും നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ തൊഴിൽ വിപണിയുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. കൂടാതെ ഈ സാഹചര്യത്തിൽ സംവിധാനത്തിന്റെ നിയമപരമായ നിലനിൽപ്പ് നിലനിർത്താൻ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അൽമാരി കൂട്ടിച്ചേർത്തു. അതേസമയം സ്വയം തൊഴിലിനെയും കഴിവുള്ളവരെയും പ്രോത്സാഹിപ്പിക്കുന്ന UAEയുടെ പ്രധാന സർക്കാർ പദ്ധതികളിൽ ഒന്നാണ് ഫ്രീലാൻസ് വിസ. ഈ വിസ ലഭിക്കുന്നവർക്ക് ഒരു സ്പോൺസറുടെയോ പരമ്പരാഗത തൊഴിലുടമയുടെയോ സഹായമില്ലാതെ UAEയിൽ നിയമപരമായി പ്രവർത്തിക്കാം എന്നതാണ് പ്രത്യേകത. കൂടാതെ ഇത് കൈവശമുള്ളവർക്ക് നിയമപരമായി താമസിക്കാനും ജോലി ചെയ്യാനുമുള്ള അനുമതി കൂടെ നൽകുന്നു. എന്നാൽ ഈ വിസ ഉപയോഗിച്ച് മറ്റൊരാളെ സ്പോൺസർ ചെയ്യാനോ അതുപോലെ സ്വന്തം പേരിൽ തൊഴിലാളികളെ നിയമിക്കാനോ സാധിക്കില്ല. ഇതോടെ ഫ്രീലാൻസ് വിസ അനുവദിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും കൂടുതൽ കർശനമാക്കുകയാണ്. എല്ലാവരുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയും UAEയിലെ തൊഴിൽ വിപണി കൃത്യമായി നിയന്ത്രിക്കുകയും ചെയ്യുക എന്നതാണ് കർശന നടപടികൾക്ക് പിന്നിലെ കാരണം. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.